പ്രിയപ്പെട്ടവരെ, ഖുർആൻ സൂക്തങ്ങളും പ്രവാചക വചനങ്ങളും എഴുതി ചേർക്കേണ്ട ജുമാ മസ്ജിദിന്റെ ചുമരിൽ മഹല്ല് നിവാസികളെ കബളിപ്പിച്ച് പണവും ആധാരവും തട്ടിയെടുത്ത 4 പേരുടെ ഫോട്ടോ പതിച്ച പോസ്റ്ററുകൾ. പള്ളിയുടെ ഉമ്മറത്ത് പ്രതിഷേധ സമരപന്തൽ. തൃശൂർ ജില്ലയിലെ എസ് പുരം പഞ്ചായത്തിലെ കൊടുങ്ങല്ലൂർ വെളുത്തക്കടവ് ദാറുസ്സലാം ജുമാ മസ്ജിദിന് മുൻപിൽ മഹല്ല് നിവാസികൾ നടത്തുന്ന സമരം 180-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വഖഫ് സ്വത്തുകൾ തട്ടിയെടുത്ത് സമുദായ മേലാളർ ചമയുന്ന സമുദായ വഞ്ചകരെ കുറിച്ചുള്ളൊരു പരമ്പര സുപ്രഭാതം ദിനപത്രത്തിൽ നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ്. ഈ കൊടിയ വഞ്ചന പുറത്തു കൊണ്ടുവരികയും അതിൻ്റെ കാരണക്കാർ നിയമ നടപടികൾക്ക് വിധേയമാവുകയും വേണം. പോലീസിലും കോടതിയിലും വഖഫ് ബോർഡിലും ഇതു സംബന്ധിച്ച പരാതികൾ നിലനിൽക്കുകയാണ്. വഖഫ് ഭൂമി ട്രസ്റ്റാക്കി ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടി സംഘടനാ നേതാക്കൾ വഞ്ചന നടത്തി എന്നാണ് മഹല്ല് കമ്മിറ്റിയുടെ വാദം. പിന്നാമ്പുറം തേടി സുപ്രഭാതം മലപ്പുറം ബ്യൂറോ ചീഫ് അഷ്റഫ് കൊണ്ടോട്ടി നടത്തിയ അന്വേഷണ പരമ്പര സുപ്രഭാതത്തിലൂടെ വെളിച്ചം കാണുമ്പോൾ പ്രദേശത്തേക്ക് നേരിട്ട് കടന്നു ചെന്ന് കാര്യങ്ങൾ ചിത്രീകരിക്കാനും നാട്ടുകാരെയും ഇരകളെയും സന്ദർശിക്കാനും സുപ്രഭാതം ഓൺലൈനും രംഗത്ത് വരികയാണ്. വരും ദിവസങ്ങളിൽ നമുക്ക് ഈ വാർത്തയുടെ കൂടുതൽ നേർചിത്രങ്ങളിലേക്ക് തന്നെ കടക്കേണ്ടി വരും. യഥാർത്ഥത്തിൽ എന്താണ് കൊടുങ്ങല്ലൂരിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് ആദ്യത്തെ ഈ ഒരു എപ്പിസോഡിൽ നോക്കാം. ഞാൻ അവരെ വിശ്വസിച്ചു പോയി. പണം എഴുതാത്ത ചെക്കിൽ ഒപ്പിടാൻ പറഞ്ഞപ്പോൾ ഒപ്പിട്ടത് കാലമത്രയും അവരെ വിശ്വസിച്ചത് കൊണ്ടാണ്. കൂടെ നിന്ന് വിശ്വാസവഞ്ചന കാണിക്കുമെന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞില്ല. എന്നെ മാത്രമല്ല, ഈ മഹല്ലിനെ തന്നെ അവർ കൂട്ടത്തോടെ വഞ്ചിച്ചിരിക്കുന്നു. ഞാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ അനുഭാവിയാണ്. എന്നാൽ അവരുടെ നേതാക്കൾ തന്നെ ഈ അതിക്രമം കാണിക്കുമെന്ന് ഞാൻ കരുതിയില്ല. എസ് പുരം പനങ്ങാട്ട് കുടംപള്ളി വീട്ടിൽ മക്കാർ മുഹമ്മദ് എന്ന 83 വയസ്സുകാരൻ തൻ്റെ നിസ്സഹായത പറയുമ്പോൾ കണ്ണു നിറഞ്ഞു, കണ്ഠമിടറി. സംഭവം ഇങ്ങനെയാണ്. 2024 ജൂണിൽ ഒരു വെള്ളിയാഴ്ച ജുമാ നമസ്കാരം കഴിഞ്ഞപ്പോഴാണ് പ്രസിഡന്റ് മക്കാർ മുഹമ്മദ് മഹല്ല് നിവാസികളെ വിളിച്ച് വെളുത്തക്കടവ് ദാറുസ്സലാം ജുമാ മസ്ജിദ്, മദ്രസ എന്നിവയുടെ രേഖകളും സ്വത്തുക്കളും തന്നെ കബളിപ്പിച്ച് തട്ടിയെടുത്ത വിവരം പുറം ലോകത്തോട്, നാട്ടുകാരോട് പറയുന്നത്. അന്ന് മുതൽ തുടങ്ങിയതാണ് വെളുത്തക്കടവ് നിവാസികൾ ഈ നിയമ പോരാട്ടം. ജമാഅത്തെ ഇസ്ലാമി തൃശൂർ ജില്ലാ പ്രസിഡന്റ് പത്താഴക്കാട് കാട്ടകത്ത് ഷാനവാസ്, ആലുവ സ്വദേശിയും മുൻ ഖത്തീബും സെക്രട്ടറിയുമായ താഴത്ത് പുറത്ത് അബ്ദുൽ ലത്തീഫ്, വെൽഫെയർ പാർട്ടി കെപ്പമംഗലം മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് റഷീദ് എന്നിവർ പള്ളിയുടെ രേഖകളും പള്ളിയുടെ സ്ഥലത്തിന് ലഭിച്ച കോടികളും ട്രസ്റ്റ് രൂപീകരിച്ച് സ്വന്തമാക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. വെളുത്തക്കടവ് കനോലി കനാലിന് സമീപത്തായിരുന്നു ആദ്യം വെളുത്തക്കടവ് പള്ളി. വഞ്ചിയിലെത്തുന്നവർക്കും പ്രദേശത്തുകാർക്കും നിസ്കരിക്കുവാനുള്ള ചെറിയ 2 മുറി നിസ്കാര പള്ളി. 1974 കൊല്ലിക്കുറ ബഷീർ എന്നയാൾ സമീപത്ത് തന്നെ 10 സെന്റ് സ്ഥലവും പണവും നൽകി. നാട്ടുകാരുടെ സഹകരണത്തോടെ പുതിയ പള്ളി ഉണ്ടാക്കി. പിന്നീട് 2 വർഷം കഴിഞ്ഞ് കുടംപള്ളി അബ്ദുസ്സലാം, പുറക്കുളത്ത് യൂസുഫ് എന്നിവർ 7.5 സെന്റ് വീതം 15 സെന്റ് ഭൂമി സംഭാവന നൽകി. ഇവിടെ പള്ളിയും ഓടുമേഞ്ഞ മദ്രസയും ഉണ്ടാക്കി. പള്ളിയിലും മദ്രസയിലും സുന്നി ആശയം നിലനിന്നിരുന്നു. എന്നാൽ ജുമാക്ക് മഹല്ലുവാസികൾ തൊട്ടടുത്തുള്ള സാഹിബിന്റെ പള്ളിയിലായിരുന്നു പോയിരുന്നത്. 1995 പൊന്നാമ്പടിക്കൽ മൊയ്തീൻകുട്ടി ഹാജി 19 സെന്റ് ഭൂമി വഖഫ് ചെയ്തു നൽകി. 1998 ഞങ്ങൾ പള്ളിയിൽ ജുമാ തുടങ്ങണമെന്ന ആശയം മുന്നോട്ട് വെച്ചത്. എന്നാൽ പള്ളി വിപുലമാക്കാൻ മഹല്ല് നിവാസികളിൽ പണമില്ല. പനപ്പറമ്പിൽ ഹസൻ കുഞ്ഞായിരുന്നു അന്ന് പ്രസിഡന്റ്. അക്കാലത്താണ് ജമാഅത്തെ ഇസ്ലാമിയുടെ കൊടുങ്ങല്ലൂരിലെ മൂവ്മെന്റ് ഓഫ് ഇസ്ലാമിക് ട്രസ്റ്റ് അഥവാ MIT സഹായവുമായി ഞങ്ങളെ തേടിയെത്തുന്നത്. അവർ ചില നിബന്ധനകളോടെ സഹായം നൽകി. പിന്നീട് 2011 ഞാൻ പ്രസിഡന്റും നിലവിലെ ഖത്തീബായിരുന്ന താഴത്ത് പുറത്ത് അബ്ദുൽ ലത്തീഫ് സെക്രട്ടറിയുമായി. മഹല്ലുവാസികൾ നൽകുന്ന സഹായത്താലാണ് മദ്രസയും പള്ളിയും നടന്നു പോന്നിരുന്നത്. 2021 ദേശീയപാത വികസനം വന്നതോടെ പള്ളി നിലനിൽക്കുന്നതിൽ നിന്ന് 9 സെന്റ് ഭൂമിയും 1995 ലഭിച്ച ഭൂമിയിൽ നിന്ന് 12 സെന്റും ദേശീയപാത വികസനത്തിന് വിട്ടു നൽകി. ഇതിന് നഷ്ടപരിഹാരമായി 2022 ജനുവരി 1 2,76,44,485 രൂപയാണ് അനുവദിച്ച് കിട്ടിയത്. സാധാരണ പള്ളിയുടെ അക്കൗണ്ട് എസ് പുരം പൂവംകടത്ത് സഹകരണ ബാങ്കിലാണ്. എന്നാൽ ഈ തുക കൂടുതലുള്ളതിനാൽ പാൻ കാർഡും മറ്റും വേണമെന്ന് പറഞ്ഞ് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ പുതിയൊരു അക്കൗണ്ട് തുടങ്ങി. വെൽഫെയർ പാർട്ടിയുടെ റഷീദിന് പാൻ കാർഡും മറ്റുമുണ്ടെന്ന് സെക്രട്ടറി എന്നോട് പറഞ്ഞിരുന്നു. ആയതിനാൽ സെക്രട്ടറി അയാളുടെ സഹായവും തേടി.
അനുവദിച്ചു കിട്ടിയ തുക പള്ളിയുടെ പരിപാലനത്തിനും വരുമാനത്തിനും വേണ്ടി ഉപയോഗിക്കാനായിരുന്നു തീരുമാനം. ഇടയ്ക്കിടെ സെക്രട്ടറി അബ്ദുൽ ലത്തീഫ് എന്നോട് തുക എഴുതാത്ത ചെക്കിൽ ഒപ്പിട്ട് നൽകാൻ ആവശ്യപ്പെടും. സെക്രട്ടറി പള്ളിയിലെ ഇമാമായതിനാൽ അയാളെ പൂർണ്ണമായും വിശ്വസിച്ചു. പള്ളി നടത്തിപ്പിനുള്ള ചെറിയ ആവശ്യങ്ങൾക്ക് പണം ആവശ്യമാകുമ്പോൾ ചെക്ക് നൽകാറുണ്ട്. എന്നാൽ 5 തവണ ഇവർ പണം എഴുതാത്ത ചെക്കിൽ ഒപ്പിടിപ്പിച്ചു. ഇതിനിടെ എൻ്റെ മൊബൈലിൽ 0 ബാലൻസ് എന്ന മെസ്സേജ് കണ്ടു. ഇതിൽ സംശയം തോന്നി. ബാങ്കിൽ അന്വേഷിച്ചപ്പോഴാണ് പണം ചെക്ക് ഉപയോഗിച്ച് പിൻവലിച്ചതായി അറിയാൻ കഴിഞ്ഞത്. ഇക്കാര്യത്തിൽ എന്നെ കുറ്റപ്പെടുത്തുന്നവരുണ്ട്. മരിക്കുന്നതിന് മുൻപ് മഹലിനെ കബളിപ്പിച്ചവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണം, അവർ ആരായാലും എന്നാണ് മക്കാർ മുഹമ്മദ് കണ്ടമിടറി പറയുന്നത്. വെളുത്തകടവ് ദാറുസ്സലാം ജുമാ മസ്ജിദിന്റെ നികുതി അടക്കാൻ പോയതായിരുന്നു പുതിയ കമ്മിറ്റി. അപ്പോഴാണ് മസ്ജിദും നഷ്ടമായെന്ന് ബോധ്യമാകുന്നത്. വെളുത്തകടവ് ദാറുസ്സലാം ജുമാ മസ്ജിദിന്റെ പേരിനോട് സാമ്യമായ പേര് ജമാഅത്തെ ഇസ്ലാമി ആശയക്കാർ ട്രസ്റ്റിന് നൽകിയത് എന്തിനാണെന്ന് ചോദിക്കുകയാണവർ. 1998 പള്ളി പരിപാലനത്തിന് മുദ്രപത്രത്തിൽ കരാറുണ്ടാക്കിയത് എന്തിനാണ്? ഈ ചോദ്യങ്ങൾക്കൊക്കെയുള്ള ഉത്തരങ്ങൾ വേണം. ഒപ്പം ചില കാഴ്ചകളും ചില അനുഭവങ്ങളും ചില വേദനകളും പ്രയാസങ്ങളും നമ്മൾക്ക് കേൾക്കേണ്ടതുണ്ട്. അതിനെല്ലാം പരിഹാരം കാണേണ്ടതുണ്ട്. സുപ്രഭാതം ആ മഹലിലേക്ക് ഇറങ്ങുകയാണ്. അക്കഥകൾ പിന്നീട്. waytonikah.com, the exclusive Muslim matrimonial site.